ഹായ്, ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലാണ്. ഇവിടെ തൃപ്പൂണിത്തുറയാണ് എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. അപ്പം ഇന്നലെ രാത്രി, അതായത് 24-ാം തീയതി രാത്രിയാണ് ഞങ്ങൾ വന്നത്. ഇന്ന് ക്രിസ്മസ് ആണ്, അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. പക്ഷേ ഇത് വരുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് ക്രിസ്മസിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ വി തോട്ട് ലുലു മോളിൽ വരെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, ചെന്നൈയിൽ നിന്നുള്ള ഫ്രണ്ടാണ്. നിങ്ങൾ എൻ്റെ വ്ളോഗിൽ പുള്ളിക്കാരിയെ കണ്ടിട്ടുണ്ടായിരിക്കും. കൂർഗ് വ്ളോഗിലുണ്ടായിരുന്നു, പിന്നെ ഗോവയുടെ വ്ളോഗിലും ഉണ്ടായിരുന്നു, അപർണ. അപ്പോൾ അവിടെ പുള്ളിക്കാരി വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരിയെ മീറ്റ് ചെയ്യണം. പിന്നെ നാളെ ഫോർട്ട് കൊച്ചി പോകാനൊരു പ്ലാൻ ഉണ്ട്. അങ്ങനെ കുറേ പ്ലാൻസുമായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം. എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. അവിടുന്ന് കാറിലാണ് നമ്മൾ വൈറ്റില മെട്രോ സ്റ്റേഷൻ വരെ പോയത്. അവിടെ മെട്രോ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൽ കാറ് ഇട്ടിട്ട് നമ്മൾ ട്രെയിൻ എടുത്തിട്ടാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നത്. ഞാൻ ഇവിടെ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചിന്നു എന്തോ ഫോണിൽ ചെയ്യുന്നുണ്ടായിരുന്നു. മെട്രോയിൽ ഭയങ്കര തിരക്കായിരുന്നു. ക്രിസ്മസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ആൾക്കാരും വെളിയിൽ ഇറങ്ങാൻ ചൂസ് ചെയ്തൊരു ദിവസമായിരുന്നു. ഞങ്ങൾക്ക് നിൽക്കാനേ സ്ഥലം കിട്ടിയുള്ളൂ. ബട്ട് വി എൻജോയ്ഡ്. കുറേ നേരം മെട്രോയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ലുലുവിൻ്റെ അവിടെ ഇറങ്ങിയത്. ഇത് ലുലുവിൽ എൻട്രി ആണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ കാരണം ഇവിടെ ഒരുത്തിയുടെ ഷൂ ലേസ് അഴിഞ്ഞു പോയി. ഇത് ഇടയ്ക്കിടയ്ക്ക് അഴിഞ്ഞുകൊണ്ടിരിക്കും, അത് കെട്ടാൻ വേണ്ടി ഇരുന്നതാണ്. ലുലുവിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേനും ഇതെന്തോ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് വന്നതാണോ എന്ന് തോന്നി. അത്രയ്ക്ക് തിരക്കാണ്. എന്തൊരു തിരക്കാണ്, എത്ര ആൾക്കാരാണ് ഒരു ഡെയിലി ബേസിസിൽ ഇവിടെ വരുന്നത്. പക്ഷെ ഷോപ്പിങ്ങിനുള്ള സ്ഥലത്തെല്ലാം ആൾക്കാർ ഒന്നും കൂടിയിട്ടില്ല. ഗ്രൗണ്ട് ഫ്ലോറിലും ഫുഡ് കോർട്ടിലുമാണ് ഏറ്റവും തിരക്ക്. ഇവിടെ താഴത്തെ ഫ്ലോറിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അപർണയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻസിന് വേണ്ടി പല ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കുന്ന തിരക്കാണ് ആൾക്കാരുടെ കാണുന്നത്. അപർണ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചിനായിരുന്നു പോയത്. ബാർബിക്യൂ നേഷനിൽ പോയി. കാരണം ഫുഡ് കോർട്ടിൽ ഭയങ്കര തിരക്കായത് കാരണം അവിടെ ഇരിക്കാനും നിൽക്കാനും ഒന്നും സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ബാർബിക്യൂ നേഷനിലാണ് ഞങ്ങൾ ഇരുന്ന് ഒന്ന് ലഞ്ച് കഴിക്കാം, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോയത്. ഇത് കഴിഞ്ഞിട്ട് അവിടുത്തെ റൈഡ്സിൽ കയറണം എന്ന് പറഞ്ഞ് ചിന്നു ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു 2 മണിക്കൂറോളം നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നു. ഈ റൈഡിൽ ചിന്നു ഒരു 4 വട്ടമെങ്കിലും കയറിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് കാണുമ്പോൾ എനിക്ക് പേടിയാണ് വരുന്നത്. എന്തായാലും എന്നെയും കൂടെ ഒരു റൈഡിൽ കയറ്റിയായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് ഒരു ക്ലിപ്സ് എടുത്തതേ ഉള്ളൂ. എല്ലാ റൈഡിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇറങ്ങി ഫോർട്ട് കൊച്ചി വന്നു. ഇതാണ് നമ്മളുടെ കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ട്രീറ്റ്. റോഡ് സ്ട്രീറ്റ് എന്നാണ് ഇതിൻ്റെ പറയുന്നത്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ പുറകിലായിട്ടാണ് ഈ സ്ട്രീറ്റ് വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ എങ്ങോട്ട് പോകണമെന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചിന്നു അവിടെ നിന്ന് ഫോണിൽ തന്നെയായിരുന്നു. ദ സൺസെറ്റ് ബേ എന്ന ഈ ഒരു ഹോട്ടലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 നൈറ്റ്സിലേക്കാണ് ബുക്ക് ചെയ്തത്. വളരെ വിൻറ്റേജ് വൈബ് ഉള്ളൊരു ഹോട്ടലാണ്. ഇതൊരു പഴയ പോർച്ചുഗീസ് വീട് അവർ കൺവേർട്ട് ചെയ്ത് ഒരു ഹെറിറ്റേജ് ഹോട്ടൽ പോലെ ആക്കിയതാണെന്നാണ് പറഞ്ഞത്. 2 ഇയേഴ്സേ ആയുള്ളൂ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്. റോസ് സ്ട്രീറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിനിമലിസ്റ്റിക് ആണ്, പക്ഷേ വളരെ നല്ലൊരു വൈബാണ്. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആണ്. നല്ല ഒരു സ്റ്റേ ആയിരുന്നു. പക്ഷേ ഇവിടെ റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ സൺസെറ്റ് ബേ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. റിസോർട്ടല്ല, ഇതൊരു ചെറിയ ഹോട്ടൽ പോലെയാണ്. ഒരു സ്റ്റേ, ഒരു 2 ദിവസത്തെ സ്റ്റേക്കാണ് വന്നത്. അപ്പോൾ ഈ റൂം അടിപൊളിയാണ്. ചെറിയ റൂമാണ്, പക്ഷേ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ചിന്നു ബാത്റൂമിലായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരി വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചിന്നു സേ ഹായ്. യു ലൈക്ക് ദ റൂം? ബാത്റൂം എവിടെയാണ്? ബാത്റൂം ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബാത്റൂമാണ്, പക്ഷെ വളരെ നീറ്റാണ്. ഷവർ ഏരിയ ഒക്കെ ഉണ്ട്, വാഷ് ബേസിനും ടോയ്ലറ്റും എല്ലാം തന്നെ ഉണ്ട്. നല്ലൊരു മിററുണ്ട്. ഇപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. ടവൽസും അവൈലബിൾ ആണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടിപൊളിയാണ് എല്ലാം. ഇറ്റ്സ് റിയലി നീറ്റ് ആൻഡ് വെരി വെൽ മെയിൻറ്റെയിൻഡ്. നല്ല ഭംഗിയുള്ള ഒരു ചെറിയ റൂമാണ്. ഇറ്റ്സ് റിയലി നൈസ്. ഈ ഒരു ഹോട്ടൽ കാണാൻ തന്നെ നല്ല എസ്തെറ്റിക്കലി ഇറ്റ്സ് വെരി പ്ലീസിങ്. ഒരു ഓൾഡ് വിൻറ്റേജ് വൈബുള്ള ഒരു ബിൽഡിങ്ങും പിന്നെ വളരെ നാരോ ആയിട്ടുള്ള സ്ട്രീറ്റാണ്. അപ്പോൾ ഇവിടെ
പാർക്കിംഗ് ബുദ്ധിമുട്ടാണ്. റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് ലൈക്ക് എ പ്രൈവറ്റ്. ഇവിടുത്തെ ഒരു അലമാരി വെച്ചിട്ടുണ്ട്, ഭയങ്കര പഴയ വിൻറ്റേജ് ലുക്കുള്ള അലമാരി. 2 ദിവസത്തെ സ്റ്റേ ഉള്ളൂ, അതുകൊണ്ട് അധികം ലഗേജ് ഒന്നുമില്ല. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ബ്ലൈൻഡ്സ് ഇട്ടേക്കായിരുന്നു. ചിന്നു അത് ഓപ്പൺ ചെയ്തു. ഇവിടുന്ന് ഞാൻ വാതിൽ കയറുമ്പോഴത്തേനും ഒരു കോറിഡോർ ഉള്ള സ്പേസാണ് ഇങ്ങനെ. ആ നേരെ കാണുന്ന റൂമാണ് എൻ്റെ പേരൻസ് താമസിക്കുന്നത്. കാണിച്ചു തരാം. ഇവിടെ ഇവിടുത്തെ ലൈറ്റ്സ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അഫോർഡബിൾ റേറ്റിൽ വളരെ നീറ്റ് ആൻഡ് ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേ ആണ്. സൈഡ്സിലാണ് റൂംസൊക്കെ ഉള്ളത്. എനിക്ക് ശരിക്കും സ്ഥലം ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇവിടെ ഫുഡ് അവൈലബിൾ അല്ല, അതാണ് ഒരു പ്രശ്നം. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ താഴെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് റിസപ്ഷനൊക്കെ വരുന്നത്. പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അച്ഛനും അമ്മയും താമസിക്കുന്നത്. അത് ലഞ്ച് ടൈം ആയതുകൊണ്ട് ഊണ് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ലീല ദ ആർട്ട് കഫേ തൊട്ടടുത്താണെന്ന് പറഞ്ഞ് അതിലോട്ടാണ് പോകുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് അടിപൊളി ഫുഡാണെന്ന്. എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ പോയി. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ അടുത്ത് തന്നെയാണ് യേശുദാസിൻ്റെ വീട് വരുന്നതും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ശരിക്കും കാണുന്ന പോലെയല്ല എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ഒയോ റൂമുണ്ട്. അപ്പൊ ലീല ഈ ഒരു പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടടുത്താണ്. സെന്റ് ഫ്രാൻസിസ് ചർച്ചിന്റെ പുറകിലായിട്ടാണ് ഇത് വരുന്നത്. ഇതൊരു പഴയ ബിൽഡിങ്ങിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും വിന്റേജ് വൈബാണ്. ബിൽഡിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇന്റീരിയർ അല്ലാതെ വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. ഫുഡ് വാസ് വെരി ആവറേജ്. ഈ പറഞ്ഞ ഹൈപ്പ് ഒന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ഫുഡിന്റെ ടേസ്റ്റും അത്ര ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ലോട്ട് ഓഫ് ഫോറിനേഴ്സ് ആർ കമ്മിങ്. പിന്നെ അവിടുത്തെ ഒരു ലുക്കൊക്കെ കാണാൻ നല്ല രസമാണ്. പഴയൊരു വീടിന്റെ ആ ഒരു വൈബ് ആയതുകൊണ്ട് ഭംഗിയുണ്ട്. ബട്ട് ഓവറോൾ എനിക്ക് ഈ എക്സ്പീരിയൻസ് തീരെ അങ്ങോട്ട് പിടിച്ചില്ല എന്നുള്ളതാണ്. ഒന്നാമത് ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഇരിക്കുന്ന ഡെസ്ക് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫുഡ് മറിഞ്ഞു വീഴുമോ എന്നുള്ളൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നു. തിരിച്ച് റൂമിലെത്തിയിട്ട് ഞാനും ചിന്നും റെസ്റ്റ് ചെയ്യാണ്. അപ്പം ഇനി ഒരു 5:30 ഒക്കെ ആയിട്ടേ വെളിയിലോട്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് ചൂടുണ്ട്, വലിയ വെയിലൊന്നും ഇല്ല. എങ്കിലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ചിന്നു ഇതാ ഇപ്പുറത്തിരിപ്പുണ്ട്. ഞാനിവിടെ ഇരുന്ന് എൻ്റെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെ ഷൂട്ട് ചെയ്ത പോർഷൻസ് ഒക്കെ അപ്പോഴാണ് എനിക്ക് ഈ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ മനസ്സിലായത്. ഇതിന് മുന്നേ കണ്ടൊക്കെ ഒരു ഫിഷ് ഐ പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശരിയാക്കിയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഹലോ. അപ്പോൾ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഒരു 6 മണിയാവാറായി. വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഒന്ന് കറങ്ങി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? ഇതെനിക്ക് ദ യാൺ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്ന് കസ്റ്റം മെയ്ഡായിട്ട് ചെയ്തൊരു ഡ്രസ്സാണ്. കലംകാരി പ്രിൻറ്റിലാണ്. വളരെ കംഫർട്ടബിളാണ്. വളരെ ലൈറ്റായിട്ടുള്ള ഫാബ്രിക്കാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെറുതെ ഒരു കാഷ്വൽ ഔട്ടിങ്ങിനൊക്കെ ഇടാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റാണ്. മേക്കപ്പ് ഞാൻ വളരെ ലൈറ്റ് മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ടു, കൺസീലർ, ലിപ്സ്റ്റിക് ഇട്ടു, മസ്കാര ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. കാരണം ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് കാഷ്വൽ ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. എപ്പോഴും മേക്കപ്പ് ഇടുമ്പോഴത്തേനും നമുക്കൊരു ചിലപ്പോൾ ഒരു സഫിക്കേഷൻ ആയിട്ട് തോന്നും, പ്രത്യേകിച്ച് ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റിൽ. എന്നാലും ഈവനിങ് ആയതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. ബട്ട് ഐ തോട്ട് ലെറ്റ് ഇറ്റ് ബി കാഷ്വൽ. ഇതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്, ഈ ഡ്രസ്സിൻ്റെ കൂടെ പ്രത്യേകിച്ചും. എന്തായാലും വെളിയിൽ പോകുമ്പോൾ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങളെ കാണിക്കാം. ഉച്ചക്കത്തെ ലഞ്ച് ഫ്ലോപ്പ് ആയിപ്പോയി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് അവർക്കുണ്ട്. അപ്പം ഇപ്പം പോകുമ്പോഴത്തേനും അവരുടെ ചോയ്സിനുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യൻ ഫുഡ് അവർക്ക് പറ്റും. ഇപ്പം നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞ ഒരു ഫ്യൂഷൻ ടൈപ്പ് ഫുഡായിരുന്നു. കൂടുതലും നോൺ വെജ് ആണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത്. അത് കാരണം തന്നെ അവർക്ക് നല്ല ചോയ്സ് ഒന്നും കിട്ടിയില്ല. അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഈവൻ ഐ ഡിഡ്ന്റ് ലൈക്ക് മച്ച്. സോ ലെറ്റ്സ് ഗോ ടു സംവെയർ എൽസ്. സൂട്ട് കേസ് ഇവിടെ തുറന്ന് മലത്തിയിട്ടേക്കാണ്. ഈ ഡ്രസ്സാണ് ഞാൻ നാളെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഫുൾ ഡേ ഇറ്റ്സ് എ ഡ്രസ്. ഒരു മിഡി ലെങ്ത് ഉള്ള ഡ്രസ്സാണ്. ഇത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്നാണ്.
ഈവനിങ് ഞങ്ങൾ 4 പേരും കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ ഒരു ഹോട്ടൽ ഇരിക്കുന്ന ആ ലൊക്കാലിറ്റിയിൽ തന്നെ ഒരുപാട് ഷോപ്സും വേറെയും റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഒക്കെ ഉണ്ട്. അപ്പൊ വെറുതെ ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് ഡിന്നർ കഴിച്ചിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചത്. പ്രത്യേകിച്ചും ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്ട്രീറ്റില് പ്രിൻസസ് സ്ട്രീറ്റ് എന്നാണ് തോന്നുന്നത് ഇതിന്റെ പേര്. ഇവിടെയാണ് യേശുദാസ് ഹൗസ് ഉള്ളത്. യേശുദാസിന്റെ വീടായിരുന്നു, പക്ഷെ അതിപ്പോ കൺവേർട്ട് ചെയ്തൊരു ഹോട്ടൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് വലിയതായിട്ട് കാണാനൊന്നുമില്ല. പിന്നെയും സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്ന് അവിടുത്തെ കടകളൊക്കെ നോക്കി നോക്കി നടക്കുകയായിരുന്നു. പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല, കാരണം എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സെയിം സംഭവങ്ങളാണ് കാണാൻ കിട്ടുന്നത്. മാത്രമല്ല ഓവർ പ്രൈസ്ഡും ആയിരിക്കും. പ്രത്യേകിച്ചും ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഇവർ ഇങ്ങനത്തെ ഷോപ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും വലുതായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് വാങ്ങിക്കാൻ തക്കവണ്ണം തോന്നിയിട്ടില്ല. ജസ്റ്റ് കണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം എന്നുള്ളതേ ഉള്ളൂ. ഒരു റിലാക്സിങ് ടൈം ആയിരുന്നു. ലഞ്ച് ആർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അധികം ചാൻസ് എടുക്കാതെ ഫ്രഷ് ചോയ്സ് എന്ന് പറഞ്ഞ ഈ മൾട്ടി ക്യുസീൻ റെസ്റ്റോറൻറ്റിലാണ് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ആൻഡ് കേരള ഐറ്റംസ് ഒക്കെ കിട്ടും എന്നാണ് ഞാൻ റിവ്യൂസിൽ കണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ പോയത്. വളരെ ഒരു എന്താ പറയുന്ന മീഡിയോക്കർ ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ഒക്കെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ. ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ പോവാണ് ചെയ്തത്. വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഡേ ഇൻ ഫോർട്ട് കൊച്ചി. ഇന്ന് ഞങ്ങൾ വെറുതെ ഇവിടെ ഒന്ന് കറങ്ങി നടക്കാൻ പോവാണ്. മട്ടാഞ്ചേരിയിലും പോകണം എന്നാണ് ഒരു ആഗ്രഹമുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അപർണ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി ഇന്ന് ലീവ് എടുത്തേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒന്ന് കറങ്ങാൻ അപർണയും കാണും. പക്ഷേ 12 മണിയായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഫോൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എവിടെയാണ് ഞങ്ങളൊന്ന് പറയാം, ആ ലൊക്കേഷനിൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാം. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തത്. വളരെ ഏറിയാണ്, വളരെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഈ ഡ്രസ്സ് ഇട്ടുമ്പം ചൂടത്താണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ ആശ്വാസം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. ആംബി ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. നല്ല അടിപൊളി ഡ്രസ്സാണ് ഇത്. ഞാൻ വാഷൊക്കെ ചെയ്താണ്, പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ് മെറ്റീരിയൽ. ഓൾസോ സ്റ്റിച്ചിങ് ഓൾസോ എവറിത്തിങ് ഇസ് ഗുഡ്. ഇതാണ് ചിന്നുവിൻ്റെ ഔട്ട്ഫിറ്റ്. कहाँ से लिया था? सारा से. और जीन्स ബ്രാൻഡ് പേഴ്സണാണ് പുള്ളിക്കാരി, നമ്മളെ പോലെ. ഇതാണ് അമ്മ. വെളിയിലോട്ട് ഇറങ്ങുകയാണ് ഇപ്പോൾ, കുറച്ച് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ. അച്ഛൻ എന്തായാലും ഇന്ന് ബുദ്ധിപൂർവ്വം ബാക്ക് പാക്ക് ഒക്കെ എടുത്തോണ്ടാണ് ഇറങ്ങിയത്. അപ്പൊ വെള്ളം, കൊട, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ ഈസി ആണെന്ന് പറഞ്ഞ് പുള്ളി ബാക്ക് പാക്ക് ഒക്കെ എടുത്ത് നമ്മുടെ വൈബിന് മാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം ചിന്നുനെ കൊണ്ട് ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് ആണ് കാണിച്ചത്. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. പക്ഷെ എനിക്കൊരു പ്രശ്നം തോന്നിയത് എല്ലായിടത്തും ചപ്പ് ചവറ് എറിഞ്ഞിരിക്കുന്നു. നേരത്തെ ഒന്നും കേരളം ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരുപാട് മാലിന്യങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കാണാനുണ്ട്. ഇപ്പൊ ഈ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്തൊക്കെ ഈ ഇങ്ങനത്തെ വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ വൃത്തികേടാക്കുന്നത് വളരെ മോശം തന്നെയാണ്. അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ അടിപൊളിയാണ്. ഈ സ്ഥലമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അങ്ങനെ ഭംഗിയുണ്ട്. ഇതിനടുത്ത് തന്നെയാണ് ബാസ്റ്റിൻ ബംഗ്ലാവ് എന്ന് പറയുന്ന ഈ ഒരു ഹെറിറ്റേജ് മ്യൂസിയം. കേരളയുടെ ട്രേഡ് ഹിസ്റ്ററിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഫേമസ് ആയിട്ടുള്ള സെന്റ് ഫ്രാൻസിസ് ചർച്ച്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ ചർച്ച് ആണെന്നാണ് പറയപ്പെടുന്നത്. 1503 ഇത് പണി കഴിപ്പിച്ചത്. അതേപോലെ വാസ്കോഡ ഗാമയുടെ മൃതദേഹം ഇവിടെയാണ് ആദ്യം അടക്കിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എടുത്ത് പോർച്ചുഗലിലോട്ട് കൊണ്ടുപോവാണ് ചെയ്തത് 14 വർഷങ്ങൾക്ക് ശേഷം. ഇവിടെ ഇപ്പോഴും സൺഡേ മാസ് ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. നേരത്തെ വേറെ ഏതൊരു ഫോറിൻ ലാംഗ്വേജിലാണ് ഇത് നടന്നുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഇംഗ്ലീഷ് ആൻഡ് മലയാളം എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ അകത്തും വീഡിയോ ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തില്ല. എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഇത് വളരെ ഫേമസ് ആണ്. ഞാൻ തന്നെ ഇവിടെ 4-5 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ തന്നെ.
ഉച്ചയ്ക്ക് അപർണ എത്തി. അച്ഛനെയും അമ്മയും റൂമിലിരുത്തി ഫുഡ് ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങള് പന്തൽ കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലോട്ട് നടക്കുകയാണ്. അവിടെ നല്ല റിവ്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഈ ഒരു സെന്റ് ഫ്രാൻസിസ് ചർച്ചിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇത് വരുന്നത്. അടിപൊളി ഫുഡായിരുന്നു അവിടുത്തെ. ആംബിയൻസ് വൈസ് ആണെങ്കിലും ഫുഡ് വൈസ് ആണെങ്കിലും നല്ലതായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്ത ഫുഡാണ്. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് വി റിയലി ലൈക്ക് ദ പ്ലേസ് ആൻഡ് ദ ആംബിയൻസ്. ചിന്നു അപർണയും കൂടെ പോയി കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചോണ്ട് വന്നു. ഈ ഒരു ഐറ്റം അടിപൊളിയായിരുന്നു. അതുപോലെ ചിന്നുവിന്റെ ഫേവറേറ്റ് കപ്പ് കേക്ക്, മഫിൻ, എന്താണ് ഇതിന് പറയുന്നതെന്ന് അറിയില്ല. ഇതൊക്കെയാണ് ചിന്നുവിന് ഏറ്റവും ഇഷ്ടം. എന്തായാലും ഇവിടുത്തെ ബേക്കറിയും അടിപൊളിയായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ ഇതൊക്കെയാണ്. ഫുൾ കഴിക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വളരെ ഫ്രഷ് ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബീഫ് റോസ്റ്റ് ആണ് വാങ്ങിച്ചത്. ഞാൻ അങ്ങനെ ബീഫ് കഴിക്കാത്ത ആളാണ്. പക്ഷെ എങ്കിലും ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപർണ പ്യുവർ വെജിറ്റേറിയൻ ആണ്. ഇതിന് ശേഷം ഇവിടുത്തെ പെയിന്റിങ്സ് ഒക്കെ കണ്ട് ഇതിന്റെ മുന്നിൽ ഇരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ലഞ്ച് കഴിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ എടുത്ത് മട്ടാഞ്ചേരിക്ക് വിട്ടു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മട്ടാഞ്ചേരി വരെ 2.5 കിലോമീറ്റർ ഉള്ളെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ 100 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോക്കാർ വാങ്ങിച്ചത്. എങ്കിലും ഞങ്ങൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. മട്ടാഞ്ചേരിയിലെ സ്ട്രീറ്റ്സ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ചുകൂടെ കളർഫുൾ മാത്രമല്ല, നല്ല നീറ്റാണ് ഇവിടെയൊക്കെ. അതേപോലെ വണ്ടികളൊന്നും പോകാത്തത് കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. കുറച്ച് കൂടുതൽ ടൂറിസ്റ്റുകളെയും ഫോറിനേഴ്സിനെയും ഇവിടെയാണ് കണ്ടത്. ഇവിടെ ഭയങ്കര കത്തിയാണ് ഷോപ്സിലൊക്കെ. ഫോർട്ട് കൊച്ചിയിൽ ഇത്രയും വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ശരിക്കും കത്തിയായിട്ടാണ്. ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസിന്റെ ഇഫക്റ്റ് ഇവിടെ വരുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങി നടന്നതേ ഉള്ളൂ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. ചിന്നൂരും അപർണയ്ക്കും ഒക്കെയാണ് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പൊ ഞങ്ങൾ നേരെ സിനഗോഗിലോട്ടാണ് ആദ്യം പോയത്. സിനഗോഗ് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ വലിയ ആഡംബരമൊന്നും ഇല്ലാത്ത പോലെ തോന്നുമെങ്കിലും അകത്തോട്ട് കയറുമ്പോഴത്തേനും ഭയങ്കര കളർഫുൾ ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബെൽജിയത്തിൽ നിന്നാണ് ഇങ്ങനത്തെ ഷാൻഡിയേഴ്സ് ഒക്കെ കൊണ്ടുവന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിന് മുന്നേ വന്നപ്പോൾ ഞാൻ ഇതിന്റെ ചരിത്രവും ഹിസ്റ്ററിയും ഒക്കെ വായിച്ചു നോക്കിയതായിരുന്നു. ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്കിവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ അകത്തൊന്ന് ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് തിരിച്ചിറങ്ങി. അധികം നേരം അവിടെ നിന്നുമില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങളുടെ ഹോട്ടലിൽ പോയി. ഒരു ദിവസം അപർണ ഞങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്തു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചിയിലെ ഈ കറക്കങ്ങള്. അത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് റിലേറ്റീവ്സിനെ കാണാൻ പോകുന്നതാണ് അടുത്ത പരിപാടി. ഹലോ, ഞാനിപ്പം കാർ ഓടിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ചിന്നുവിൻ്റെയും കൂടെ തൃപ്പൂണിത്തുറയിൽ കോട്ടയം വരെ വന്നിരിക്കുകയാണ്. എൻ്റെ ചിറ്റയുടെ വീട്ടിലോട്ട് പോകണം, അച്ഛൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ കാർ ഓടിക്കുന്നത്. ഞാനിങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഒന്നും ഓടിച്ചിട്ടേ ഇല്ല. ആകെ ഓഫീസിൽ പോകുന്നതോ ഫീനിക്സ് മോളിൽ പോകുന്നതോ ഉള്ളൂ എൻ്റെ കാർ ഓടിക്കൽ എന്ന് പറയുന്നത്. പക്ഷെ ഇന്നലെ തൃപ്പൂണിത്തുറ തൊട്ട് ഫോർട്ട് കൊച്ചി വരെ ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് തൃപ്പൂണിത്തുറ തൊട്ട് കോട്ടയം വരെ ഓടിച്ചു. എൻ്റെ അമ്മോ, ഇവിടുത്തെ കാർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഭയങ്കര വളവും തീവും കയറ്റവും ഇറക്കവും കാരണം എനിക്ക് മടുത്തു എന്ന് പറയുന്നതാണ് സത്യം. എല്ലാവരും വിചാരിക്കും ചെന്നൈയിൽ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് അവിടെ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ അവിടെ വൺ വേ ആണ്, റോഡ് നല്ല വീതിയുണ്ട്, സിഗ്നൽസ് എല്ലാം പ്രോപ്പർലി വർക്കിംഗ് ആണ്. അതുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് അവിടെ തോന്നാറില്ല. ലൈൻ തെറ്റിക്കാതെ ഓടിക്കുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടി ഈസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഭയങ്കര നാരോ റോഡ്സ്, അതിന്റെ കൂടെ തന്നെ ഭയങ്കര സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് ആൾക്കാർ പോകുന്നു വരുന്നു. ഇപ്പൊ കോട്ടയം കഴിഞ്ഞാൽ തിരിച്ച് തൃപ്പൂണിത്തറയ്ക്ക് പോകും. പിന്നെ തിരിച്ച് ഞങ്ങൾ ചെന്നൈയിലോട്ട് പോകും. അത്രേ ഉള്ളൂ പ്ലാൻസ് ഒക്കെ. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ പച്ചപ്പും ഹരിതാപയൊക്കെ ഇവിടെ വരുമ്പോഴേ ചിന്നുവിന് കാണാൻ കിട്ടുള്ളൂ. കാരണം ഇത് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് വീട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ ഇപ്രാവശ്യം പറ്റി. അപ്പോൾ അങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇവിടെ വെക്കാം. ഞങ്ങൾ കൊച്ചിയിൽ ശരിക്കും ഇപ്രാവശ്യം എൻജോയ് ചെയ്തായിരുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.